ഇന്ന് നമ്മളൊരു വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ ക്യൂട്ട് ആയിട്ടുള്ള ബേബീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മളെ കണ്ട് ഓടി നമ്മുടെ അടുത്ത് വന്നു, സംസാരിച്ചു. അവർക്ക് സ്കൂളിൽ പോണംന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കണ്ടുകൊണ്ട് അവർക്ക് പോണ്ടാന്ന് വരായി. ആ വില്ലേജ് ആണെങ്കിലും അവിടുത്തെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും ഭയങ്കര കാം ആൻഡ് കൂൾ ആയിരുന്നു. നമ്മള് ദിവാലിയുടെ ഒരു 2 ഡേയ്സ് മുമ്പായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ ദിവാലിയുടെ സെലിബ്രേഷൻ അല്ല അവരെന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പയ്യൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഇവന്റെ കയ്യിന്ന് ആ പടക്കം പൊട്ടിയിട്ട് പിന്നെയും അവൻ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ പിള്ളേര് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് ഈ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ടല്ല. അവർക്കൊന്നിനും ആരെയും പേടിയില്ല. അതാണ് സംഭവം. കാരണം കാട്ടില് തന്നെയാണ് അവര് മിക്കവാറും വളരുന്നത്. അങ്ങനെ അവര് പിടിച്ചു നിർത്തുന്നില്ല അവരുടെ പാരന്റ്സ്. എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ഒരു മനോഭാവത്തിൽ അവരെ വിടുക. അവിടെ ഹൈലൈറ്റ് ആയ ഒരു സംഭവം കൊണ്ട് ഒരു ലൈബ്രറി. ആ ലൈബ്രറി കുറച്ച് കുറച്ച് ആൾക്കാരുള്ള ഒരു വില്ലേജിൽ അവർക്ക് വേണ്ടി കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അതാരും എടുത്തിട്ടൊന്നും പോവില്ല. അവർ വായിക്കുന്നു, പിന്നെ വായിച്ചിട്ട് അവിടെ തന്നെ വെക്കുന്നു. അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ആ ഒരു പ്ലേസിലുണ്ടല്ലോ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും അവിടെ വന്ന് ഇരിക്കും. അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. അത് ഏജ് ആയിട്ടുള്ളവരാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി. കുറേ നേരം അവന്മാര് കളിക്കുന്നതും അടിയുണ്ടാക്കുന്നതൊക്കെ നോക്കിയിരുന്നു. കുറെ പിള്ളേർ വേറെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പോയിന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ബായും പറഞ്ഞ് നമുക്ക് പോകാനുള്ള ടൈം ആയി.